എല്ലാ പ്രായക്കാരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ടൂട്ടി ഫ്രൂട്ടി ബിസ്ക്കറ്റ് എന്നും കറാച്ചി ബിസ്ക്കറ്റ് എന്നും അറിയപ്പെടുന്നു. ഞാനിവിടെ സോഫ്റ്റ് കുക്കി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റും കൂടി ബേക്ക് ചെയ്താൽ മതിയാവും. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. അപ്പോൾ നമ്മുടെ കറാച്ചി ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1/4 കപ്പ് വാനില കസ്റ്റാർഡ് പൗഡർ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇവയെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളുപ്പും കൂടി ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റിവെക്കാം. അടുത്തതായി മറ്റൊരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് സോഫ്റ്റായ അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയാണെങ്കിൽ അതിൽ കട്ടകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ക്രീം പരുവത്തിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം 2 മിനിറ്റോളം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യണം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചാലും മതി. അങ്ങനെയാണെങ്കിൽ ഒരു 5-6 മിനിറ്റോളം ബീറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇടയ്ക്ക് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് തൂത്തിട്ട് കൊടുക്കുക. ഇപ്പോൾ ക്രീം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് കമ്പൈനായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, ചെറിയ കഷ്ണങ്ങളാക്കിയ 1/4 കപ്പ് ക്യാഷ് നട്ട്സ്, ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയ ബദാം 2 ടേബിൾ സ്പൂൺ ഇവ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാറ്റില വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇത് സ്പാറ്റില ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കമ്പൈൻ ചെയ്തെടുക്കണം. ഓവറായി മിക്സായി പോകണ്ട. പൊടികളൊന്നും കാണാത്ത രൂപത്തിലൊന്ന് യോജിച്ച് കിട്ടിയാൽ മതി. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ പാല് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ മാവ് കയ്യിൽ ഒട്ടാത്ത പരുവത്തിലായിരിക്കണം. അതനുസരിച്ച് വേണം പാല് ചേർത്ത് കൊടുക്കാൻ. ആദ്യം കുറച്ച് ചേർത്തിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. ഞാനിവിടെ മൊത്തം 1 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ചൊന്ന് അമർത്തിയെടുക്കാം. ഓവറായിട്ട് കുഴയ്ക്കരുത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ബോൾ രൂപത്തിലാക്കിയെടുത്താൽ മതി. ഇങ്ങനെ കയ്യിൽ ഒട്ടാത്ത പരുവത്തിൽ ആയിരിക്കണം കിട്ടേണ്ടത്. ഇനി ഒരു ക്ലിംഗ് റാപ്പ് വിരിച്ചിട്ട് ഡോ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കൈകൊണ്ട് അമർത്തി നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ബിസ്ക്കറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഷേപ്പിലും വലുപ്പത്തിലേക്കും കൊണ്ടുവരണം. ഇനി ഇത് ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞെടുക്കാം. ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ക്വയർ ഷേപ്പിലാണ്. ഇനി റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉരുട്ടിയെടുത്താലും മതി. ഇനി ക്ലിംഗ് റാപ്പിൻ്റെ 2 സൈഡും സീൽ ചെയ്തിട്ട് സെറ്റ് ആവുന്നതിന് വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഡോ സെറ്റായിട്ടുണ്ട്. ആദ്യം ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഡോ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്.
ഇനി ഇത് ഓരോ പീസുകളായി കട്ട് ചെയ്തെടുക്കണം. ആദ്യത്തെ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് ഓരോ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. 1 സെൻറ്റിമീറ്റർ കനത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. മുറിക്കുമ്പോൾ സൈഡ് വല്ലതും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചെറുതായി അമർത്തി ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് ബട്ടർ പേപ്പർ വിരിച്ച ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളവയും കൂടി കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാനായി പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് വെക്കാം. ആദ്യത്തെ ബാച്ച് ബേക്ക് ചെയ്യാനായി വെക്കുന്ന സമയത്ത് ബാക്കി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം കേട്ടോ. 170 ഡിഗ്രി സെൽഷ്യസിൽ 13 മുതൽ 15 മിനിറ്റ് വരെയാണ് ഈ ബിസ്ക്കറ്റിൻ്റെ ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന തിക്നെസ്സിനനുസരിച്ച് കൂടി ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. ബേക്കിംഗ് കഴിഞ്ഞ് ഓവനിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ചൂടാറി വരുമ്പോഴാണ് ബിസ്ക്കറ്റിൻ്റെ പരുവത്തിലേക്കായി വരുന്നത്. ഓവനിൽ നിന്ന് എടുത്തതിന് ശേഷം 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വയർ റാക്കിലേക്ക് മാറ്റാം. ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. എനിക്കിവിടെ 14 മിനിറ്റിലാണ് ബേക്കായി കിട്ടിയിരിക്കുന്നത്. ഈ മിക്സിൽ നിന്ന് ഈ ഒരു അളവിൽ എനിക്ക് 18 കുക്കീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റാട്ടോ ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്